യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് നിങ്ങളുടെ ആറാം ഇന്ദ്രിയത്തെ ഉത്തേജിപ്പിക്കുക എന്ന വിഷയമാണ്. പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവചനം. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. വി ആർ വാക്കിംഗ് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. ഞങ്ങൾ വിശ്വാസത്താൽ നയിക്കപ്പെടുന്നവരാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. 5 സെൻസസ് വഴിയാണ് നാം ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത്. 5 ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. കാഴ്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു, കേൾവിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു, മണത്ത് നമ്മൾ മനസ്സിലാക്കുന്നു, രുചിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു, സ്പർശിച്ച് അനുഭവിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ 5 വിധമാണ് നാം ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ 5 സെൻസസ് നമ്മൾ ഉപയോഗിച്ചാലും നമുക്കൊരു കാര്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയണമെന്നില്ല. ഉദാഹരണത്തിന് കണ്ണ് മാത്രം എടുക്കുക. കണ്ണിനെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ 11:34 നമ്മൾ വായിക്കും, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ കുറ്റമറ്റതാണ്. എന്നാൽ കാഴ്ച പലപ്പോഴും നമ്മെ വിഷമിപ്പിക്കും. കാഴ്ച ഏത് വിധത്തിലെല്ലാം നമ്മളെ തകർത്ത് കളയാം. ഒന്നാമതായി, കാഴ്ച നമ്മളെ കബളിപ്പിക്കും. 2, കാഴ്ച നമ്മളെ ഭയപ്പെടുത്തും. 3, കാണുന്നതൊക്കെ കടന്നു പോവുകയും ചെയ്യും. കാഴ്ച നമ്മളെ കബളിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉദാഹരണത്തിന്, ഒരു കയറ് കാണുന്ന വ്യക്തി കയറാണെന്ന് കരുതി അടുത്ത് ചെന്ന് പിടിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ഇത് പാമ്പായിപ്പോയി. പാമ്പാണെന്ന് കരുതിക്കൊണ്ട് വിട്ട് കളഞ്ഞു കഴിയുമ്പോഴാണ് ചിലപ്പോൾ മനസ്സിലാകുന്നത്, അയ്യോ ഇത് കയറാണല്ലോ എന്ന്. സഹോദരങ്ങളെ, പലപ്പോഴും കയറേത് പാമ്പേത് എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് നമുക്ക് കഴിയില്ല. കാഴ്ച നമ്മെ എപ്പോഴും കബളിപ്പിക്കും. അല്ലെങ്കിൽ നോക്കുക, പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, ഒരാൾ ഒരു പ്രത്യേകമായ സോപ്പിട്ട് കുളിക്കുന്നു. അവർ സോപ്പിട്ട് കുളിച്ചപ്പോൾ ഭയങ്കരമായി വെളുത്ത് അവർ സുന്ദരിമാരായിട്ട് മാറി, സുന്ദരന്മാരായിട്ട് മാറി. നമ്മളതിട്ട് കുളിച്ചപ്പോൾ നമ്മുടെ ഉള്ള സൗന്ദര്യം പോലും പോയി. അപ്പം ഇതിൻ്റെ കാരണം എന്താണ്? കാഴ്ച നമ്മളെ കബളിപ്പിക്കുന്നുണ്ട്. കാഴ്ചയ്ക്ക് ഇമ്പമാർന്ന കാര്യങ്ങളാണ് ലോകത്തിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ നൽകുന്നത്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്നത് പ്രധാനമായും കാഴ്ചയ്ക്ക് ഇമ്പം നൽകുന്ന സാധനങ്ങൾ പുരട്ടിക്കൊണ്ടാണ്. കാഴ്ചയാണ് പ്രധാനപ്പെട്ടത് എന്നവർക്കറിയാം. കാഴ്ച എന്ന് പറയുന്ന ഇന്ദ്രിയത്തിലൂടെയാണ് പ്രധാനപ്പെട്ടതെല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നറിയാം. സഹോദരങ്ങളെ, കാഴ്ച നമ്മെ ഒരുപാട് കബളിപ്പിക്കും. കാഴ്ച കബളിപ്പിക്കുമെങ്കിൽ കാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത, കാഴ്ച പലപ്പോഴും നമ്മെ ഭയപ്പെടുത്തുമെന്നുള്ളത് കൂടിയാണ്. കാഴ്ച നമ്മളെ ഭയപ്പെടുത്തും. ഉദാഹരണത്തിന്, ഏതെങ്കിലും നമുക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയാത്ത ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഭയപ്പെട്ടു പോകും. ആദിമകാലത്ത് ക്രിസ്ത്യാനി സമൂഹത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആളുകൾ ഒരുമിച്ച് ചേരാതിരിക്കാൻ വേണ്ടി നീറോ ചക്രവർത്തിയുടെ കാലത്ത് ചെയ്തതാണ്, പ്രത്യേകിച്ചും മനുഷ്യരെ കൊണ്ടുവന്ന്, വിശ്വാസികളെ കൊണ്ടുവന്ന് വലിയ ഇരുമ്പ് ദണ്ടിൽ കെട്ടിയിടുക, ഓയിൽ ഒഴിച്ച് അവരെ കുത്തി നിർത്തി നശിപ്പിക്കുക, കൊന്നുകളയുക, തീയിടുക. ഇത് കാണുമ്പോഴൊക്കെ ജനങ്ങളിൽ വലിയ ഭീതി ഉളവാക്കും, വലിയ ഭയമുണ്ടാക്കും. ഭയമുണ്ടാക്കി കഴിയുമ്പോൾ ആരും ഈ വിശ്വാസത്തിൽ പിന്നെ വന്ന് ചേരില്ല എന്ന് ആദിമകാലത്തിൽ സഭയെ പീഡിപ്പിക്കുന്ന വ്യക്തികൾക്ക് തോന്നിയിരുന്നു. എന്നാൽ വിശ്വാസികൾ ജീവിക്കുന്നതാകട്ടെ കാഴ്ചയാലല്ല, അവൻ്റെ ആറാം ഇന്ദ്രിയമായ വിശ്വാസത്താലാണ്. വി ആർ വാക്കിംഗ് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. നമ്മൾ ഒരിക്കലും കാഴ്ചയുടെ മക്കളല്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ദൃശ്യമായത് എല്ലാം കടന്നു പോകും, അദൃശ്യമായതാണ് സത്യം. ദൃശ്യമായത് സകലതും ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോകും,
നമ്മൾ കാണുന്നതൊക്കെ മൺമറയും, സ്പർശിക്കുന്നത് മൺമറയും, നമ്മൾ ഇന്ന് അനുഭവിച്ചറിയുന്ന പലതും മൺമറയും, നമ്മൾ ഇന്ന് രുചിക്കുന്ന പലതും മാറിമായും. എന്നാൽ മായാത്ത ആ ആറാമത്തെ ഇന്ദ്രിയത്തെ ഉൾക്കൊള്ളണമെന്ന് പൗലോസ് അപ്പസ്തോലൻ പറയാനുള്ള കാരണം ഇതാണ്. സഹോദരങ്ങളെ, കാഴ്ച നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്നു. ഇസ്രായേൽ ജനം ഒരു പരിധിവരെ കാഴ്ചയുടെ അടിമകളായിരുന്നു. അവർക്ക് എന്തെങ്കിലും ആരാധിക്കുമ്പോൾ കാണാനായിട്ട് വേണം. കാണാനായിട്ട് അവരില്ലെങ്കിൽ അവരെന്തെങ്കിലും ഉണ്ടാക്കും. അതുകൊണ്ടാണ് മോശ ഫലകങ്ങളിൽ നിയമം സ്വീകരിക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവർ വലിയ പ്രതിമകൾ ഉണ്ടാക്കി ആരാധിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ അവർക്ക് കാഴ്ചയിലെ അവർ കൂടുതൽ വിശ്വാസത്തിലേക്ക് വരുമെന്നറിയാവുന്നത് കൊണ്ട് യാഹ്വയായ ദൈവം മേഘസ്തംഭം കൊടുത്തു, അഗ്നി തൂണ് അവർക്ക് കൊടുത്തു. അവരെ മുഴുവൻ കാടപ്പക്ഷികളെ കൊണ്ട് ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കി, മന്ന ഭക്ഷിക്കാനായിട്ട് കൊടുത്തു. മുഴുവൻ കാഴ്ചകൾ കൊണ്ട് ദൈവം ജീവിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഇരിക്കെ അവർ മുന്നോട്ട് യാത്രയാകുന്നു. അവരെ ഭയപ്പെടുത്തുന്ന ഒന്ന് അവരുടെ മുമ്പിൽ വന്നു. അതെന്തായിരുന്നു? അവരുടെ മുമ്പിൽ നോക്കത്താ ദൂരത്ത് കിടക്കുന്ന ചെങ്കടൽ. അവർ പുറകിലേക്ക് പേടിച്ചുകൊണ്ട് നോക്കിയപ്പോൾ ഫറവോയും കൂട്ടരും അവരെ പിടിക്കാൻ വേണ്ടി തിരിച്ചവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നു. രണ്ട് ഭാഗത്തും അവർ ഭയത്തിലാണ്. തീയ്ക്കും കടലിനും നടുവിൽ അകപ്പെട്ട മനുഷ്യരെ പോലെയായി അവർ മോശയ്ക്കും ജനനേതാവായ മോശയ്ക്കും അഹ്റോനും എതിരെ തിരിയാനായിട്ട് തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ ഈജിപ്തിൽ കിടന്ന് മരിച്ചേനെ, അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? എന്തിനു വേണ്ടി ഞങ്ങളെ ഈ വെള്ളത്തിൽ മുക്കി കൊല്ലണം? സഹോദരങ്ങളെ, മോശയ്ക്ക് അന്ന് 80 വയസ്സിലധികം പ്രായമുണ്ട്. മോശയോട് എല്ലാവരും ദേഷ്യപ്പെടുകയാണ്. മോശ എല്ലാവരും ശകാരിക്കുകയാണ്. ഈ നേരത്ത് മോശ സ്വർഗത്തിലെ പിതാവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ഓ കർത്താവേ, നിന്റെ ജനം നിനക്കെതിരെ തിരിയുന്നത് നീ കാണുന്നില്ലേ? ഉടനെ മോശയോട് ദൈവം കുറച്ചുകൂടി ശകാരിച്ചുകൊണ്ടാണ് പറയുന്നത്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, നീ എന്തിനാണ് എന്നെ വിളിച്ച് കരയുന്നത്? ജനത്തോട് മുമ്പോട്ട് പോകാൻ പറയുക. പുറപ്പാടിൻ്റെ പുസ്തകം 14:15 നമ്മൾ വായിക്കും. നീ എന്തിനാണ് എന്നെ വിളിച്ച് കരയുന്നത്? നീ ജനത്തോട് മുമ്പിലേക്ക് നടന്നു പോകാൻ പറയുക. ഇത് പറയുന്ന നേരത്തോ മുമ്പിൽ മുഴുവൻ നോക്കത്താ ദൂരത്ത് ജലം കിടക്കുകയാണ്, വെള്ളം കിടക്കുകയാണ്. പക്ഷേ ദൈവം പറഞ്ഞതുകൊണ്ട് കാഴ്ചയിൽ അവൻ്റെ മനസ്സ് ഉടക്കിയില്ല. സഹോദരങ്ങളെ, കണ്ടപ്പോൾ അവന് പേടിയുണ്ടായെങ്കിലും അവൻ ദൈവം പറഞ്ഞ ആ വിശ്വാസം ആർജിച്ചെടുത്തുകൊണ്ട് അവൻ്റെ വലതുകാലം വെച്ചു. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഇങ്ങനെയാണ്, അവൻ ആദ്യ ചുവട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ ജലം 2 ഭാഗത്തേക്കായിട്ട് തിരിഞ്ഞു, മതിലുകളായി തീർത്തു. വരണ്ട ഭൂമിയിലൂടെ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് വേണ്ടി യാത്ര തുടർന്നു പോയി. സഹോദരങ്ങളെ, ഇവരെ പിന്തുടർന്നുകൊണ്ട് ഫറവോയും കൂട്ടരും പുറകെ വന്നു. അവർ നോക്കിയപ്പോൾ എന്താണ്? 2 വലിയ മതിലുകൾ, ജലം കൊണ്ടുണ്ടാക്കിയ 2 മതിലുകൾ, നടുവ് തരിശു ഭൂമി പോലെ, വരണ്ട ഭൂമി പോലെ കിടക്കുന്നു. അവർ ഇറങ്ങി തിരിച്ചപ്പോഴോ ഇതാ ആ ജലം വീണ്ടും കൂട്ടിച്ചേർന്ന് ഫറവോയെയും കൂട്ടരെയും ആ കിങ്കരന്മാരെ മുഴുവൻ തകർത്ത് കളഞ്ഞു. കാഴ്ച കൊണ്ട് ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ പറ്റില്ല. അവിശ്വാസി കാഴ്ചയിൽ കുടുങ്ങിപ്പോകും. എന്നാൽ വിശ്വാസി ജീവിക്കുന്നത് അവൻ്റെ 6ാം ഇന്ദ്രിയമായ വിശ്വാസം എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടാണ്. ഒരു വിശ്വാസി ജീവിക്കുന്നത് അവൻ്റെ 6ാം ഇന്ദ്രിയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. അവൻ്റെ മനസ്സൊരിക്കലും കാഴ്ചയിൽ കൊടുക്കില്ല. എന്നാൽ ഫറവോയും കൂട്ടരുമാകട്ടെ കാഴ്ചയിൽ മനസ്സ് കുടുക്കി. അവർ നോക്കിയപ്പോൾ ഒരു കുഴപ്പവുമില്ല, അവരും കാലെടുത്ത് വെച്ചു. പക്ഷേ ഇരുഭാഗത്തു നിന്നും വെള്ളം വന്ന് അവരെ കൊന്നുകളഞ്ഞു. സഹോദരങ്ങളെ, വിശ്വാസിയുടെ കാൽവെപ്പുകളെ അവിശ്വാസി പിന്തുടർന്നാൽ പലപ്പോഴും അവർ മുങ്ങിച്ചാവും. വിശ്വാസിക്ക് ദൈവം കൊടുക്കുന്ന 6ാം ഇന്ദ്രിയത്തിലാണ് അവർ യാത്ര ചെയ്യുന്നത്. 3ാമത്തെ കാഴ്ചയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, കാണുന്നത് എല്ലാം കടന്നു പോകും. പറയാറുണ്ട്, നോ വൺ ക്യാൻ ജമ്പ് ഇൻ ടു എ സെയിം റിവർ ട്വൈസ് എന്ന്. ഒരാൾക്ക് ഒരു റിവറിൽ ഒഴുകുന്ന ഒരു തടാകത്തിൽ 2 പ്രാവശ്യം ചാടാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണ്? വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ചാടിയാൽ അതേ വെള്ളത്തിൽ നമുക്ക് പിന്നെ എടുത്ത് ചാടാൻ പറ്റില്ല. കാണുന്നതെല്ലാം കടന്നു പോകും, കാണുന്നതെല്ലാം മാറിപ്പോയേ മതിയാവൂ.
നോ വൺ ക്യാൻ ജമ്പ് ഇൻ ടു എ സെയിം റിവർ ട്വൈസ്. വെള്ളം ഒഴുകുന്നത് കൊണ്ട് ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് കാണുന്നതെല്ലാം, സൗന്ദര്യമായിക്കൊള്ളട്ടെ, വാക്കുകളായിക്കൊള്ളട്ടെ, മനുഷ്യർ നടത്തുന്ന പ്രകടനങ്ങളായിക്കൊള്ളട്ടെ, സകലതും സഹോദരങ്ങളെ കടന്നു പോകും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല. ദ വേർഡ് ഓഫ് ഗോഡ് എൻഡ്യൂഴ്സ് ഫോർ എവർ എന്നാണ് പറയുന്നത്. ദൈവവചനം, മാറ്റമില്ലാത്ത വചനം, അതുമാത്രമേ നിലകൊള്ളുകയുള്ളൂ. മറിച്ച് കാണുന്നത് എല്ലാം കടന്നു പോകും. അതുകൊണ്ട് കാഴ്ച നമ്മെ കബളിപ്പിക്കും, കാഴ്ച നമ്മെ ഭയപ്പെടുത്തും. കാണുന്നതെല്ലാം കടന്നു പോകും. കാണുന്നതെല്ലാം കടന്നു പോകും എന്നുള്ളത് കൊണ്ട് ആറാം ഇന്ദ്രിയമായ വിശ്വാസത്തെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഈ വിശ്വാസത്തിലൂടെ മാത്രമേ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിലെ വിപരീതമായ ഏതൊരു സാഹചര്യത്തെയും നേരിടുവാൻ കഴിയൂ. എന്താണ് ഈ വിശ്വാസം? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കർത്താവിനോട് പറയുന്നതല്ല സഹോദരങ്ങളെ വിശ്വാസം. മറിച്ച് എനിക്ക് ഒരു കർത്താവുണ്ടെന്ന് പ്രശ്നങ്ങളെ നോക്കി പറയുന്നതാണ് വിശ്വാസം. എനിക്കൊരു കർത്താവുണ്ടെന്ന് പ്രശ്നങ്ങളെ നോക്കി പറയാൻ കഴിയുന്നുണ്ടോ? അതാണ് വിശ്വാസം. ആ വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെങ്കിൽ 5 ഇന്ദ്രിയങ്ങൾ മാത്രം മതിയാകില്ല. തീർച്ചയായും കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും എല്ലാം വിശ്വാസ വർധനവിന് നമ്മെ സഹായിച്ചേക്കാം. യേശുവിൽ ആഴത്തിൽ അറിയാൻ നമ്മളെ സഹായിച്ചേക്കാം. യേശുവിൽ വളരാൻ നമ്മെ സഹായിച്ചേക്കാം. എങ്കിലും സഹോദരങ്ങളെ, അതുകൊണ്ട് പൂർണ്ണമായും വിശ്വാസത്തിൽ മുന്നേറുക നമുക്ക് സാധ്യമല്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കർത്താവിനോട് പറയുന്നതല്ല വിശ്വാസം. മറിച്ച് നമുക്കൊരു കർത്താവുണ്ടെന്ന് പ്രശ്നങ്ങളോട് പറയുന്നതാണ് വിശ്വാസം. സഹോദരങ്ങളെ, കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ ഉണ്ട് എന്നതുപോലെ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ വിശ്വാസമെന്ന ആറാമത്തെ ഇന്ദ്രിയം കൂടിയേ തീരൂ. ഞാൻ ഓർക്കുന്നു, നാളുകൾക്ക് മുമ്പ് ഷാലോം വേൾഡ് ഇംഗ്ലീഷ് ചാനൽ അമേരിക്കയിൽ 2 വർഷം മുമ്പ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് അമേരിക്കയിലെ പ്രധാനപ്പെട്ട 12 സിറ്റികളിൽ ഷലോം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷുകാർക്ക് വേണ്ടി മാത്രമായി വലിയ സമ്മേളനങ്ങൾ ഒരുക്കി. ഈ സമ്മേളനങ്ങൾ ഒരുക്കാൻ സത്യത്തിൽ അതിനാവശ്യമായ റിസോഴ്സസ് ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കലും സഭയുടെ ചരിത്രത്തിൽ കുടിയേറിയ വ്യക്തികൾ, തദ്ദേശീയരായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഒരിക്കലും അതുപോലെയുള്ള സമ്മേളനങ്ങൾ ഒരുക്കിയിട്ടുമില്ല. എന്നാൽ കർത്താവ് നൽകിയിരിക്കുന്ന പ്രേരണയനുസരിച്ച് ശുശ്രൂഷകരെല്ലാവരും കൂടി ഇങ്ങനെ തീരുമാനിച്ചു: അമേരിക്കയിലെ പ്രധാനപ്പെട്ട 12 സിറ്റികളിൽ 1000 പേർക്കും 1500 പേർക്കുമൊക്കെ ഉൾക്കൊള്ളാവുന്ന വലിയ ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്യുക. സഹോദരങ്ങളെ, അവിടെ 1500 പേർക്കോ അല്ലെങ്കിൽ 1000 പേർക്കോ ഉള്ള ഓഡിറ്റോറിയങ്ങളൊക്കെ സാമാന്യമായി 1 വർഷം മുമ്പ് തന്നെ നമ്മൾ ബുക്ക് ചെയ്യണം. വിശ്വാസത്തിൽ നമ്മൾ ബുക്ക് ചെയ്യുകയാണ്. തീർച്ചയായും വെറുതെ മാനുഷികമായി മാത്രം നമ്മൾ ചിന്തിച്ചാൽ ജനങ്ങൾ ഒരു വിധത്തിലും വരാനുള്ള സാധ്യതയില്ല. കാരണം നമുക്ക് അവരുമായി വലിയ ബന്ധമില്ല. ഇംഗ്ലീഷുകാരുടെ സ്ഥാപനങ്ങളിലാണ് മലയാളികൾ ജോലി ചെയ്യുന്നത് എങ്കിൽ കൂടിയും ഒരിക്കലും ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിളിച്ചാൽ അവർ ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി ഓഡിറ്റോറിയത്തിൽ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നിരുന്നാൽ കൂടിയും വിശ്വാസത്തിൽ അനൗൺസ് ചെയ്തു. അങ്ങനെ ഷിക്കാഗോ എന്ന് പറയുന്ന ഒരുപാട് മലയാളികളും സീറോ മലബാർ സഭയുടെ പ്രധാനപ്പെട്ട കേന്ദ്രവുമൊക്കെ കൊള്ളുന്ന ആ സ്ഥലത്ത് 1000 ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. സഹോദരങ്ങളെ, പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് നോക്കിയപ്പോൾ 18 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ചിന്തിച്ചു, ദൈവമേ, വിശ്വാസത്തിൽ ഒരു പുതിയ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന വലിയ പ്രോഗ്രാമാണ്. പ്രത്യേകിച്ചും അമേരിക്കയിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു പേപ്പൽ കാൻഡിഡേറ്റ് പോലും ആയിരുന്ന കാർഡിനൽ തിമോത്തി ഡോളൻ വന്നാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത്രയും വലിയൊരു പ്രോഗ്രാം വിശ്വാസത്തിൽ മലയാളികൾ സ്വീകരിച്ചുകൊണ്ട് അവിടെ ചെന്ന് ഇത്രയും ഒരുക്കങ്ങൾ നടത്തിയിട്ട് 18 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
മൊത്തം പദ്ധതികൾ തീരും. മാത്രമല്ല, സാധാരണ പാവപ്പെട്ട മലയാളികളുടെ വിശ്വാസം പോലും നഷ്ടമാകും. കാരണം അവർ കാശ് കൊടുത്താണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. സഹോദരങ്ങളെ, എല്ലാവരും പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ട വിധത്തിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങൾക്ക് ഏതാനും പേർക്ക് തോന്നി, ദിവ്യകാരുണ്യ യേശുവിനെ എഴുന്നള്ളിച്ച് വെച്ച് മണിക്കൂറുകൾ കർത്താവിൻ്റെ തിരുമുമ്പിലിരുന്ന് നിലവിളിക്കുക. 8 മണിക്കൂർ സമയത്തോളം ഞങ്ങൾ ഏതാനും പേരിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രം തുടങ്ങി. കർത്താവെ, വിശ്വാസത്തിൽ ഞങ്ങൾ ചെയ്തൊരു പ്രവൃത്തിയാണ് 1000 പേർക്ക് വേണ്ടി ഈ ഷാലോം വേൾഡ് ചാനൽ ആരംഭിക്കുന്നതിന് മുന്നോടി എന്ന വണ്ണം ഇത്തരം ഒരു ശുശ്രൂഷ ഒരുക്കുക. ഇത്തരം ഒരു ശുശ്രൂഷ ഒരുക്കിയെങ്കിലേ ജനങ്ങളെ ഉണർത്താൻ പറ്റൂ. ജനങ്ങൾ ഇത്തരം ഒരു ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് പിടിപ്പിക്കാനായിട്ട് പറ്റൂ, പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. കർത്താവെ, അവിടുന്ന് ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാവോ സഹോദരങ്ങളെ, കാർഡിനൽ തിമോത്തി ഡോളൻ വന്ന് ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹാളിൽ 980 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. 1000-ഓളം പേര് വന്നിരുന്ന് മനോഹരമായി ആദ്യമായി ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ തന്നെ കുടിയേറിയ മലയാളികൾ തദ്ദേശീയരായ അമേരിക്കൻസിന് വേണ്ടി മനോഹരമായൊരു പ്രോഗ്രാം ശുശ്രൂഷ ഒരുക്കാൻ കഴിഞ്ഞു. ഞാൻ പറയുന്നത്, കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ ഉണ്ട് എന്ന ബോധ്യത്തിൽ വിശ്വാസപൂർവം ചുവടുകൾ വയ്ക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ, ആത്മീയ ശുശ്രൂഷകളെ ഒരുപാട് അനുഗ്രഹിക്കുന്നത്. പലരുടെയും വ്യക്തി ജീവിതങ്ങളും ശുശ്രൂഷ ജീവിതവും വിജയിക്കാത്തതിൻ്റെ കാരണം എന്താണ്? സഭാ ശുശ്രൂഷകൾ പലതും മുരടിച്ചു പോകുന്നതിൻ്റെ കാരണം എന്താണ്? സഹോദരങ്ങളെ, കാരണം മറ്റൊന്നുമല്ല, അവർ പഞ്ചേന്ദ്രിയങ്ങളിൽ മാത്രം അവരുടെ മനസ്സ് കുടുങ്ങുന്നു. 6ാമത്തൊരു ഇന്ദ്രിയത്തിലേക്ക് അവരുടെ മനസ്സ് ഉയരുന്നില്ല. വിശ്വാസത്തിൻ്റെ കവചം സ്വീകരിക്കാൻ അവർ മറന്നു പോകുന്നു. നിങ്ങൾക്ക് മുമ്പിൽ വിശ്വാസമുണ്ട്. വിശ്വാസമെന്ന് പറയുന്ന ഇന്ദ്രിയത്തിലൂടെ നോക്കിക്കണ്ടാൽ കാണാത്ത പല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കേൾക്കാൻ കഴിയാത്ത പലതും കേൾക്കാൻ കഴിയും. ചിന്തിക്കാൻ പറ്റാത്ത പലതും ചിന്തിക്കാൻ കഴിയും. സ്വപ്നം കാണാത്തത് പലതും സ്വപ്നം കാണാൻ കഴിയും. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവെ, ഞങ്ങളുടെ 6ാം ഇന്ദ്രിയമായ വിശ്വാസമെന്ന് പറയുന്ന അങ്ങയുടെ ദാനത്തെ ഉത്തേജിപ്പിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. അതിനായിട്ട് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉപാസന ഉപാസന ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ഒരിറക്കു വെള്ളത്തിൽ അലിഞ്ഞു പോകാൻ പാകത്തിലുള്ളതാണ് ഈ ഗോതമ്പ് അപ്പമെങ്കിലും ഇതിൽ കുടികൊള്ളുന്നത് ദിവ്യകാരുണ്യ യേശുവാണ്. ഒരു ചെറിയ കാറ്റിൽ പാറിപ്പുറന്ന് പോകാൻ പാകത്തിലുള്ളതാണ് ഈ ഗോതമ്പ് അപ്പമെങ്കിലും ഇതിൽ കുടികൊള്ളുന്നത് ദിവ്യകാരുണ്യ യേശുവാണ്. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ
നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ അവർ ഒന്നൊന്നായി തകർക്കപ്പെടുകയും രക്തസാക്ഷികളായി ജീവിതം ഹോമിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ വിശ്വാസികളുടെ എണ്ണം കുറയുകയല്ല ചെയ്തത്, കൂടുകയാണ് ചെയ്തത്. നിരന്തരം സഭയിൽ അംഗങ്ങൾ പെരുകിക്കൊണ്ടിരുന്നു. അതെ, തകർക്കപ്പെട്ടാലും നശിക്കപ്പെടാത്തതാണ് ഈ വിശ്വാസം. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ പൗലോസിനോട് ചേർന്ന് ഏറ്റു പറയുന്നു, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്കവനെ നോക്കിക്കാണാം സഹോദരങ്ങളെ. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നവനെ തകർക്കപ്പെട്ട യേശുവിനെ ഇവിടെ കാണാൻ കഴിയൂ. ഉത്ഥാനം ചെയ്ത യേശുവിനെ കാണാൻ കഴിയൂ. നിങ്ങളുടെ അടുത്ത് വന്ന് സൗഖ്യപ്പെടുത്തുന്ന യേശുവിനെ കാണാൻ കഴിയൂ. നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിനെ കാണാൻ കഴിയൂ. ജീവിതത്തെ കർത്തൃകരങ്ങളിൽ നമുക്ക് കൊടുക്കാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മുന്നോട്ട് പോയി. മുമ്പിൽ നോക്കത്താ ദൂരത്ത് ചെങ്കടൽ കിടക്കുന്നു. ദൈവം പറഞ്ഞു, വിശ്വാസത്തോടെ ആദ്യ ചുവട് വെക്കുക. അവർ ചുവട് വെച്ചു. ചെങ്കടൽ രണ്ടായി പകുത്തുപോയി. ജെറീക്കോ കോട്ടയ്ക്ക് മുമ്പിൽ ഇസ്രായേൽ ജനം ചുവടുകൾ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാവരും കരുതി എന്ത് സംഭവിക്കാനാണ്. എന്നാൽ ജെറീക്കോ കോട്ട തകർന്നു വീണു. ഓ കർത്താവെ, ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് ചേർന്ന് പറയുന്നു, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. വിശ്വാസം തകർന്ന ജനതകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി കൂടി അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, നിന്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ദിവ്യകാരുണ്യ യേശുവേ, കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ ഉണ്ട് എന്ന് കരുതി, എന്ന് വിശ്വസിച്ചുകൊണ്ട് കാൽ ചുവടുകൾ വെച്ചതുകൊണ്ടാണല്ലോ ഇത്തരമൊരു ടെലിവിഷൻ ചാനലിന് അവിടുന്ന് രൂപം കൊടുത്തത്. അത്തരമൊരു കാര്യം നിലകൊള്ളുന്നു എന്നറിയാവുന്നത് കൊണ്ടാണല്ലോ വിശ്വാസത്തിൽ 370 മില്യൺ ദൈവജനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ അമേരിക്കയിൽ ഷാലോം വേൾഡ് ടെലിവിഷൻ ചാനലിന് അവിടുന്ന് രൂപം കൊടുത്തത്. ദിവ്യകാരുണ്യ യേശുവേ, വിശ്വാസത്തിൽ ഞങ്ങൾ പറയുന്നു, കാഴ്ചയാലല്ല ഞങ്ങൾ ജീവിക്കുന്നത്, വിശ്വാസത്താലാണ്. സെക്കുലർ ചിന്താഗതികൾ ഒരുപാട് വ്യാപൃതമാകുന്ന ഈ കാലയളവിൽ, തിന്മയുടെ ദൂതന്മാർ ഒരുപാട് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ കാലയളവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, യേശു നാമത്തിന് മാത്രമേ മഹത്വം ഉണ്ടാകൂ എന്ന്. അവൻ വീണ്ടും രാജാതിരാജനായി കടന്നു വരുമെന്ന്, അവൻ വീണ്ടും ജീവിതത്തിൻ്റെ ചെങ്കടൽ പകുത്തു മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കുമെന്ന്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ജെറീക്കോ കോട്ടകൾ തകർന്നു വീഴുമെന്ന് വിശ്വസിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ജനതകളെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. അതിനുവേണ്ടി ശുശ്രൂഷകരെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഹൃദയങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന